എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കൊഞ്ചിൻ്റെ അച്ചാറാണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കൊഞ്ചച്ചാർ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കൊഞ്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കുന്നതാണ് പാട് കുറച്ച്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഞ്ച് വെച്ച് നമുക്ക് അച്ചാറോ അല്ലെങ്കിൽ കറികളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഞാൻ 1.5 കിലോ കൊഞ്ചെടുത്ത് ഷെല്ലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ ഏകദേശം 1 കിലോ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കാവുന്നതാണ്. ഏകദേശം ഒരു അരമണിക്കൂർ നേരം അതിനെ അങ്ങനെ വെച്ചിരിക്കണം. അന്നേരമേ ആ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ചു വരത്തുള്ളൂ. നമുക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. ഇതിൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്ത് ഈ കടുക് ഒന്ന് ചതച്ചെടുക്കണം. പൊടിച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുക്കുക. ഇനിയും അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കൊഞ്ച് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സീസെയിം ഓയിൽ എന്നാണ് പറയുന്നത്. ഇനിയും നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ, അത് എടുത്താലും മതി. എന്നിട്ട് ഈ കൊഞ്ചിനെ നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പം കൊഞ്ച് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഞാൻ ഈ സെയിം എണ്ണ തന്നെയാണ് അച്ചാറിനായിട്ട് എടുക്കുന്നതും. അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് അടുപ്പത്തേക്കൊരു മൺചട്ടി വെച്ചു. നമ്മൾ നേരത്തെ എടുത്ത ആ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിരിക്കുന്ന എണ്ണ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാം നമുക്ക്. ഞാനൊരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ട്, വലിയ ടൈപ്പ് വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 10 അല്ലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം. എന്നിട്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 4-5 വറ്റൽമുളക് ചെറുതാക്കിയതും കൂടാണ്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, വഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കായം കഷ്ണമായിട്ടല്ലെങ്കിൽ പൊടിയാണെങ്കിൽ അത് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. നമ്മുടെ പുളിക്കനുസരിച്ച് മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 ടേബിൾ സ്പൂണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ കടുകുണ്ടല്ലോ, അതും കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചെറു തീയിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനിയും ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനാഗിരിയൊക്കെ നമ്മുടെ പുളിക്കനുസരിച്ച് മാത്രമേ ചേർക്കാവൂ. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വിനാഗിരി ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ 1/4 കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ കുറവ് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയത് ആറിയതും കൂടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ മുളക് പൊടി ആണെങ്കിലും നമുക്ക് എന്തുമാത്രം മുളക് പൊടി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. ഇനി 1 ടേബിൾ സ്പൂണിൻ്റെ മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. കുറച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിലുള്ള ഒരു കൊഞ്ചച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.